പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നക്ഷത്രജാതകരെ ആരൊക്കെ ചതിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് വിജയത്തിലേക്ക് കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും ഇവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളുടെ ചതികൾ മൂലം കഷ്ടപ്പെടേണ്ടി വന്ന ഭരണി നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരു വിജയക്കുതിപ്പ് നടത്തുന്ന സാഹചര്യമാണ് ഇനി ഉള്ളത്. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടുത്തെ ശത്രുക്കൾ പോലും മിത്രങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തൊഴിൽ ഇല്ലാതെ അലഞ്ഞവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യതയും ഉണ്ട്. ഇവർ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഫലം കാണും. തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരുന്നവർക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. പുതിയ അറിവുകൾ നേടാൻ ശ്രമിച്ചാൽ അതിനുള്ള സാഹചര്യം ഇവർക്ക് ലഭിക്കും. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവേദന, ഒടിവ്, ചതവ് ഇവ കൂടി ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഭരണി നക്ഷത്ര ജാതകർ ദോഷ നിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. ചിലവുകളും വളരെ കുറവായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാകും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് ഇനി ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഇവർ ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരും ചതിയിലും വഞ്ചനയിലും പെട്ട് ദുഃഖക്കയത്തിൽ കഴിയുന്ന നക്ഷത്ര ജാതകരാണ്. ഇനി ഇവർക്കൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഓഗസ്റ്റ് മാസത്തിൽ. ഇവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഇവർക്ക് വിജയസാധ്യതകൾ ഉണ്ടാകും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സ 100% വിജയിക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കും. പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കുക. പുതിയ സംരംഭങ്ങൾ വിജയിക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾ വിരോധത്തിൽ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും കരകയറും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും.
ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപാസനകളിലെ തടസ്സങ്ങൾ മാറിവരും. നാൽക്കാലികളിലെ രോഗങ്ങൾ ഭേദപ്പെടാനും സാധ്യതയുണ്ട്. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ തിരുവാതിര നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയാം. ബന്ധുജനങ്ങളുടെ നിസ്സഹകരണം മൂലമുള്ള വിഷമങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ഒരു വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കുള്ള കാലതാമസം നീങ്ങിക്കിട്ടും. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹം വലുതാകാതെ ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യരുമായ മറ്റുള്ള വ്യക്തികളുമായിട്ടോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അക്ഷമ ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാകും. ദാനശീലം, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ കാണുന്നു. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്ക് ബന്ധിയായവ ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയേണ്ട സാഹചര്യം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പുണർദം നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിച്ചാൽ ഈ സമയത്ത് വിജയസാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെടാൻ വളരെ നല്ല സമയം തന്നെയാണ്. നേത്രരോഗം, ഉദരവ്യാധി ഇവ കൂടി ശ്രദ്ധിക്കണം. കലഹഭയം മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ശത്രുപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. പ്രണയബന്ധങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യും. മക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കാം. കാൽനടയാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ടതായിട്ട് വരും. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും നിഷ്പ്രയാസം അത് തരണം ചെയ്യാൻ സാധിക്കും. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ മെച്ചപ്പെടും. മരാമത്ത് പണികൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി ജപിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം എല്ലാ കാര്യത്തിലും ലഭിക്കും. ബന്ധുജനങ്ങളോട് ഈ സമയത്ത് സ്നേഹം വളരെ കൂടുതലാകും. നല്ല വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാനും ഇവരോടൊപ്പം ചേർന്ന് പുതിയ ബിസിനസ് രംഗം വിപുലപ്പെടുത്താനും സാധിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഒട്ടനവധി ഇവർക്കുണ്ട്. ഇവർ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. മനസ്സിന് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളാണ് ഇനിയുള്ളത്. മക്കളെ കൊണ്ട് സമാധാനം വർദ്ധിക്കും. മക്കൾക്ക് സന്തോഷ അനുഭവങ്ങളും ലഭിക്കും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. ഇവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ധനലാഭങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധിയും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥ ഒന്ന് സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാൻ സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കി വിടുക.
ഇത് ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ വഴിത്തിരിവ് കൂടിയാണ്. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.